നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വെട്ടി അഥവാ കരിവെട്ടിയെയാണ്. യൂഫോർബിയസി കുടുംബത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ആൻറ്റിഡെസ്മസ് ബ്യൂണിക്കസ് ആണ്. മലേഷ്യയിൽ ഉത്ഭവിച്ച ഒരു ചെറിയ നിത്യഹരിത വൃക്ഷമാണ് ഇത്. പശ്ചിമ തീരത്തെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും നിത്യഹരിത വനങ്ങളിലും കൂടാതെ പഴനി, വിശാഖപട്ടണം, തിരുനെൽവേലി എന്നീ കുന്നുപ്രദേശങ്ങളിലുമാണ് ഇത് കൂടുതലായി വളരുന്നത്. ഇതിൻ്റെ തടി ചാരനിറത്തിലാണ് കാണുന്നത്. ഇതിൻ്റെ ഇലകൾ ഏകാന്തര ക്രമത്തിലാണ് വിന്യസിച്ചിരിക്കുന്നത്. വളരെ ലഘുവായ ഇലകളിൽ ഇതിലെ ഞരമ്പുകൾ തെളിഞ്ഞു കാണാൻ കഴിയും. ഇതിൻ്റെ മരപ്പട്ട ചാരം കലർന്ന തവിട്ട് നിറത്തോടു കൂടിയവയാണ്. ഇലകൾ ഏകാന്തര ക്രമത്തിലും ലഘുവായി വിന്യസിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഞരമ്പുകൾ വളഞ്ഞു പിരിഞ്ഞും കുരുങ്ങിയുമൊക്കെയാണ് കാണുന്നത്. ഇതിന് നിശിതാഗ്രമാണ്. അറ്റം കൂർത്തും ഇരിക്കും. ആൺപൂക്കൾക്ക് പച്ച നിറമോ കതിർക്കുലകളായ പെൺപൂക്കളും ഉണ്ടാകുന്നു. ചെറു മഞ്ഞ കലർന്ന ആൺപൂക്കളാണ് ഉള്ളത്. ധാരാളം കുലകളായാണ് പെൺപൂക്കൾ കാണുന്നത്. കടും ചുവപ്പ് നിറത്തിലാണ് പഴം ഉള്ളത്. ദ്രാക്ഷാഫലത്തിൻ്റെ ആകൃതിയാണ്. ഏതാണ്ട് 1 സെൻറ്റിമീറ്ററോളം വ്യാസം വരും ഇതിന്. ഇതിൻ്റെ തൊലിയിൽ നിന്നും വടമുണ്ടാക്കാൻ തക്കവണ്ണം ബലമുള്ള നാരുകൾ ലഭിക്കുന്നു. ഇലയാണ് ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗം. ഇലയിൽ ലാദർ എന്ന ഒരു വിഷാംശം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ആൽക്കലോയിഡ്സും ഉണ്ട്. ഇല പാമ്പ് വിഷത്തിന് ഒരു പ്രത്യൗഷധമാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിവരിക്കുന്നതാണ്. കരിവെട്ടി ഏറ്റവും ഉപയോഗിക്കുക അതിൻ്റെ ഇല ഈ പാമ്പ് വിഷത്തിന് ഉപയോഗിക്കുന്നതാണ്. അത് പാമ്പ് വിഷം പറ്റി അതിൻ്റെ ഇല അരച്ച് പരത്താൻ പറ്റും. അതുപോലെ തന്നെ ഈ പഴക്കം ചെന്ന ത്വക്ക് രോഗങ്ങളിൽ ഈ കരിവെട്ടിയുടെ ഇല കഷായം വെച്ചിട്ട് ഇങ്ങനെ ധാര ചെയ്ത് കഴിഞ്ഞാൽ ഗുണം കിട്ടും. പിന്നെ ഇതിൻ്റെ ഈ തടി പൊടിച്ച് അകത്തേക്ക് പാലിലൊക്കെ കലക്കി കഴിച്ചു കഴിഞ്ഞാൽ ശരീര പുഷ്ടി ഉണ്ടാകുമെന്നാണ് പറയാം.